ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ആഗമനകാലം കർത്താവിൻ്റെ വരവിനായി ജാഗരൂകതയോടെയും പ്രാർത്ഥനാ ചൈതന്യത്തോടെയും ഒരുങ്ങിയിരിക്കുവാനുള്ള കാലമാണ്. ഇന്നത്തെ ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും: ഇതാണ് വഴി, ഇതിലേ പോവുക. വീണ്ടും യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു: കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയാകും, സൂര്യപ്രകാശം പോലെയാവുകയും ചെയ്യും. കർത്താവിൻ്റെ ആഗമനം വലിയ പ്രത്യാശയുടെയും അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദിനമായിരിക്കുമെന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 10-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഇടയനില്ലാത്ത ആടുകളോട് അനുകമ്പയുള്ള യേശു തൻ്റെ ദൗത്യം തുടരുവാനായി ശിഷ്യരെ ദൗത്യമേൽപ്പിക്കുന്ന വചനഭാഗമാണ്. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പ്രവചിച്ചത് ക്രിസ്തു പൂർത്തീകരിക്കുന്നു. അവിടുന്ന് മിശിഹായാണ്, രക്ഷകനാണ്, ഇസ്രയേൽ കാത്തിരുന്ന ലോകരക്ഷകനാണ് എന്ന് സാക്ഷിക്കുന്നു. അങ്ങനെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കടന്നു വന്ന ക്രിസ്തു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാര ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് സുവിശേഷകൻ ഇന്നത്തെ വചനത്തിൽ പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായി, യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരണം നൽകുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും യേശു ചുറ്റി സഞ്ചരിച്ചു. രണ്ടാമതായി, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു. യേശുവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. മൂന്നാമതായി, പ്രവർത്തന വിജയത്തിനായി ശിഷ്യർ എന്ത് ചെയ്യണമെന്ന് യേശു വ്യക്തമാക്കുന്നു. വിളവധികം, വേലക്കാരോ ചുരുക്കം ആയതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. തീഷ്ണതയോടുകൂടെ വിളഭൂമിയിൽ അധ്വാനിക്കണം. നാലാമതായി, തൻ്റെ ശിഷ്യഗണത്തിൽ നിന്ന് 12 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്നു. യേശുവിൻ്റെ പഠനങ്ങളുടെ സംക്ഷിപ്ത വിവരണമാണ് ആദ്യം നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുക. യേശു അവിടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ചുറ്റി സഞ്ചരിച്ചു. യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. പഴയ നിയമം പറഞ്ഞിരിക്കുന്ന മിശിഹാ യുഗത്തിലെ കർത്തവ്യങ്ങളാണ് യേശു ഇവിടെ നിർവഹിക്കുന്നത്. യേശു ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ യേശു വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ശുശ്രൂഷ ചെയ്യുന്നു. യേശു ആരെന്ന ചോദ്യത്തിന് വിശുദ്ധ മത്തായി നൽകുന്ന ഉത്തരം യേശു നിരന്തരം സഞ്ചരിക്കുന്നവനാണ് എന്നതാണ്. ഇത് യേശുവിനെ മറ്റു ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ആവശ്യക്കാർ തന്നെ തേടി വരാൻ കാത്തിരിക്കുന്ന ഗുരുവല്ല യേശു. തന്നെ ആവശ്യമുള്ളവർക്കൊക്കെ സമീപസ്ഥനാകുന്ന, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഗുരുവാണ് യേശു. യേശുവിലൂടെ യഥാർത്ഥ രക്ഷകൻ്റെ ചിത്രമാണ് അവതീർണമാകുന്നത്. പഴയ നിയമത്തിലെ മിശിഹാ ദർശനങ്ങൾ യേശുവിൽ പൂർണ്ണമാകുന്നു. പ്രസംഗവും പ്രവൃത്തിയും സമഞ്ജസമായി സമ്മേളിക്കുന്ന വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. യേശുവിൻ്റെ പ്രസംഗവും പഠന വിഷയവും ദൈവരാജ്യമായിരുന്നു. യേശുവിൻ്റെ പ്രവൃത്തികളായ രോഗസൗഖ്യത്തിൻ്റെ ലക്ഷ്യവും ദൈവരാജ്യമായിരുന്നു. മിശിഹാ എല്ലാ വ്രണങ്ങളും വച്ചുകെട്ടും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തും. ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരം യേശുവിൽ ഇവിടെ ദർശിക്കുവാൻ കഴിയും. യേശുവിന് ജനക്കൂട്ടത്തോട് അലിവ് തോന്നി, അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു. ആയതിനാൽ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നു, ദൗത്യമേൽപ്പിക്കുന്നു. ഇടയൻ എന്നത്
ബൈബിളിൽ വളരെ സാധാരണമായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രതീകമാണ്. രാഷ്ട്രീയ മത നേതൃത്വത്തെ കുറിക്കാനാണ് ഈ പ്രതീകം അധികവും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പ്രതീകം യേശു താനാണ് നല്ല ഇടയൻ എന്ന രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രതീകത്തിൻ്റെ രീതിയിൽ ശുശ്രൂഷ ഏൽക്കുന്നവരെ ആടുകളെന്നും സുവിശേഷകനെ ഇടയനെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ആടുകളുടെ മേൽ ശ്രദ്ധയില്ലായിരുന്ന ഇടയന്മാർ പഴയ നിയമത്തിലും സഭയിലും ഉണ്ടായിരുന്നു. നയിക്കാനും നിയന്ത്രിക്കാനും നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുവാനും സന്മനസ്സുള്ളവർ കുറയുന്നു. മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ വിശ്വാസത്തോടും വിശുദ്ധിയോടും മധ്യസ്ഥനായി നിൽക്കുവാൻ കഴിയുന്നവർ കുറയുന്നു. അതിനാൽ അച്ചഗണങ്ങൾ സുരക്ഷിതരല്ല. അവരോട് യേശുവിന് അനുകമ്പ തോന്നുന്നു. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ശിഷ്യരെ യേശു നിയമിക്കുന്നു. യേശുവിൻ്റെ 12 ശിഷ്യർ അപ്പോസ്തലന്മാരായി തീരുന്നത് ദൗത്യത്തിലൂടെയാണ്. ശിഷ്യർ യേശുവിൻ്റെ ദൗത്യവാഹകരാകുമ്പോഴാണ് യേശുവിൻ്റെ വക്താക്കളും ദൈവരാജ്യ നിർമ്മിതിയിൽ വ്യാപൃതരുമാകുന്നത്. യേശുവിൻ്റെ അതേ ദൗത്യമാണ് ശിഷ്യർ നിർവഹിക്കേണ്ടത്. തിന്മയുടെ ശക്തികളെ തുരത്തുക, രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുക. ദൈവരാജ്യ നിർമ്മിതിക്കായി ക്രിസ്തു ശിഷ്യർ ഈ ദൗത്യം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം, ഒന്നാമതായി ക്രിസ്തു മിശിഹ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നവനാണ്. രണ്ടാമതായി ദൈവം തൻ്റെ ജനത്തെ കൈവിടില്ല, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ്. അതാണ് രക്ഷാകര പദ്ധതി, അതാണ് മിശിഹാധർമ്മം. മൂന്നാമതായി നിസ്വാർത്ഥരായ ഇടയരാണ് ദൈവരാജ്യ നിർമ്മിതിയിൽ വ്യാപൃതരാകുന്നവർ. നാലാമതായി ക്രിസ്തു ശിഷ്യർ ദൈവരാജ്യ നിർമ്മിതിയിൽ വ്യാപൃതരാകണം. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.